പെരിങ്ങര ഗ്രാമപഞ്ചായത്തിലെ പടവിനകം ബി പാടശേഖരത്തിലാണ് കൊയ്ത്തിന് തുടക്കം കുറിച്ചത്. 125ഓളം ഏക്കർ വരുന്ന പാടശേഖരത്തിൽ കൊയ്ത്ത് ഏതാണ്ട് പൂർത്തിയായി വരുന്നു. വേനൽമഴ തുടങ്ങിയത് കാരണം അല്പം നേരത്തെയാണ് കൊയ്ത്ത് ആരംഭിച്ചത്. തൊഴിലാളികളുടെ കുറവ് നിമിത്തം യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കൊയ്ത്ത് പുരോഗമിക്കുന്നത്. പടവിനകം എ പാടശേഖരത്തിൽ ഏപ്രിൽ 7-ന് കൊയ്ത്ത് തുടങ്ങുന്നതിനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. 125 ഏക്കർ വരുന്ന പാടശേഖരത്തിലെ കൊയ്ത്തിന് ഭാഗമായ നെല്ല് ഏറെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽമഴയിൽ നിലംപൊത്തി. ഇനി ഒരു മഴ കൂടി പെയ്താൽ കൊയ്തെടുക്കാൻ പറ്റാത്ത വിധത്തിൽ വൻ നാശനഷ്ടം സംഭവിക്കുമെന്ന് കർഷകർ പറയുന്നു. അങ്ങനെ ഭീമമായ ഒരു നഷ്ടത്തിലാണ് ഈ ആണ്ടത്തെ കൃഷി. ഇനിയും മഴ പെയ്യാതിരുന്നാൽ, ഇനിയും മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കൊയ്തെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊഴിലാളിയില്ല. ഇപ്പോൾ കൊയ്ത്തിൻ്റെ രംഗത്തോട്ട് തൊഴിലാളി ഇല്ലാത്തതുകൊണ്ട് വളരെ ഭാരമാണ്. അങ്ങനെ ഞങ്ങളൊക്കെ ഭാരത്തിലും പ്രയാസത്തിലും ദൈവത്തെ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന എങ്ങനെയെങ്കിലും ഇതൊന്നും കൊയ്തെടുക്കാനിട വരണമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൃഷി ആരംഭിച്ചപ്പോൾ കൃഷിനാശം സംഭവിച്ചതിന്റെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിൽ കാലതാമസം നേരിടുമ്പോൾ വീണ്ടും കർഷകരെ ആശങ്കയിലാക്കി വേനൽമഴ എത്തിയത്. കൃഷിനാശത്തിൽ കൃഷി ഇറക്കാൻ സർക്കാർ വിത്ത് മാത്രമാണ് ഇത്തവണ നൽകിയത്. കർഷകരുടെ നട്ടലടിക്കും വിധമാണ് മഴയും കാറ്റും ഉണ്ടായിരിക്കുന്നത്. പടവിനകം ബി പാടശേഖരത്തിൽ മണിക്കൂറിന് 1425 രൂപ നിരക്കിൽ കൊയ്ത്തയന്ത്രം ഇറക്കി കൊയ്ത്ത് നടത്തുമ്പോൾ പടവിനകം എയിൽ മണിക്കൂറിന് 1800 രൂപ നൽകണമെന്നാണ് ഇടനിലക്കാർ ആവശ്യപ്പെടുന്നത്. ഇത് കർഷകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടിന് കാരണമാകുന്നു. 64ഓളം വരുന്ന ഇടത്തരം കർഷകരാണ് ഇവിടെ കൃഷി നടത്തിയിരിക്കുന്നത്. ബാങ്കിൽ നിന്നും സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും വായ്പയെടുത്താണ് ഏറെ കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത്. വീണ്ടും വേനൽമഴ ചതിച്ചാൽ നെൽകർഷകർ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ട് നേരിടുകയാണ്. അപ്പർ കുട്ടനാടൻ പ്രദേശമായ പെരിങ്ങര ഗ്രാമപഞ്ചായത്തിലെ പടവിനകം എ പാടശേഖരത്തിൽ കൊയ്ത്തിന് പാകമായ നെല്ലുകൾ കനത്ത വേനൽമഴയിലും കാറ്റിലും നിലത്ത് വീണ് തീർക്കുന്ന അവസ്ഥയിലാണ്. ഈ വർഷം കർഷകർ അതിഭീമമായ നഷ്ടത്തെ നേരിടുമെന്ന ആശങ്കയിലാണ്. പെരിങ്ങര പടവിനകം എ പാടശേഖരത്തിൽ നിന്നും ക്യാമറമാൻ ജിനോ ആറ്റുമാലിക്കൊപ്പം CBMC AC ന്യൂസ് തിരുവല്ല.